गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം. 2022 ഏപ്രിൽ 5 മുതൽ 11 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, മീനം 22 മുതൽ 28 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശുക്രൻ, സഹോദരസ്ഥാനത്ത് വ്യാഴം, ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി ബുധൻ, വ്യയസ്ഥാനത്ത് രവിയും ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനനഷ്ടവും ബന്ധുക്കളുമായി വിരോധവും ഉണ്ടാകാനിടയുണ്ട്. മൃഷ്ടാന്ന ലാഭം, അഗ്നിഭയം, രോഗവർദ്ധനവ്, സർക്കാർ ഗുണാനുഭവങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. ദ്രവ്യനഷ്ടം, ഉഷ്ണരോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കുടുംബസുഖം ഉണ്ടാകും. കാര്യതടസ്സം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സൗഖ്യം, വിശേഷ വസ്ത്രലാഭം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ശത്രുവർദ്ധനവും മനോദുഃഖവും ഉണ്ടാകും. പരിഹാരമായി മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ശുക്രൻ, ധനസ്ഥാനത്ത് വ്യാഴം, കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായി ബുധൻ, ലാഭസ്ഥാനത്ത് രവിയും ബുധനും കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. വിവിധ തരത്തിലുള്ള ലൗകിക സുഖങ്ങൾ അനുഭവവേദ്യമാകും. പല മാർഗങ്ങളിലൂടെയുള്ള ധനാഗമത്തിന് സാധ്യത. കുടുംബസുഖമുണ്ടാകും. ആരോഗ്യവർദ്ധനവ്, ഭൂമിലാഭം എന്നിവ പ്രതീക്ഷിക്കാം. ശത്രുനാശം, സമ്മാനലാഭം, അപകട സാധ്യത, ഭയം എന്നിവയ്ക്കിടയുണ്ട്. കർമ്മഗുണം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ദേവീപ്രീതി വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് ശുക്രൻ, ജന്മത്തിൽ വ്യാഴം, ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി ബുധൻ, കർമ്മസ്ഥാനത്ത് രവിയും ശനിയും കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മരംഗത്ത് എതിർപ്പുകളും തടസ്സങ്ങളും ഉണ്ടാകാനിടയുണ്ട്. സഞ്ചാര തടസ്സം, ശത്രുനാശം, മൃഷ്ടാന്ന ലാഭം, അഗ്നിഭയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ദുഷ്പ്രവൃത്തികൾ താൽപ്പര്യം വർദ്ധിക്കും. കാര്യതടസ്സവും വാതരോഗങ്ങളും ഉണ്ടാകാനിടയുണ്ട്. കലഹപ്രവണത ഉടലെടുക്കും. സുഖഭോജനവും സുഗന്ധദ്രവ്യലാഭവും ഉണ്ടാകും. ദുഷ്പ്രവൃത്തികളും സ്ഥാനഭ്രംശവും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് ശുക്രൻ, വ്യയസ്ഥാനത്ത് വ്യാഴം, അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി ബുധൻ, ഭാഗ്യസ്ഥാനത്ത് രവിയും ശനിയും കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സ്വാതന്ത്ര്യക്കുറവും ധർമ്മപ്രവൃത്തികൾ തടസ്സവും അനുഭവപ്പെടും. കർമ്മരംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്രാക്ലേശവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. സന്താന ഗുണം ഉണ്ടാകും. ശരീരത്തിന് ബലക്കുറവ് അനുഭവപ്പെടും. ഭയം, ദുഃഖം, രോഗശമനം, മൃഷ്ടാന്നലാഭം എന്നിവ ഉണ്ടാകാം. അപമാനകരമായ സാഹചര്യങ്ങളെ നേരിടേണ്ടതായി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ, ലാഭസ്ഥാനത്ത് വ്യാഴം, കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി ബുധൻ, അഷ്ടമത്തിൽ രവിയും ശനിയും കുജനും എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. കലഹപ്രവണത നിയന്ത്രിക്കുക. ഉന്നതന്മാരുടെ അപ്രീതിക്ക് പാത്രമാകാനിടയുണ്ട്. വസ്ത്രലാഭം, ഭയം, ദുഃഖം, ശത്രുനാശം എന്നിവ പ്രതീക്ഷിക്കാം. വ്രണാദി രോഗങ്ങളും മാനനഷ്ടവും ഉണ്ടാകാനിടയുണ്ട്. ഉറക്കമില്ലായ്മ, മനോദുഃഖം എന്നിവ ഉണ്ടാകാം. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകാനിടയുണ്ട്. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ധർമ്മപ്രവൃത്തികൾ താൽപ്പര്യം വർദ്ധിക്കും. സന്താനങ്ങൾക്കും ബന്ധുക്കൾക്കും അരിഷ്ടതകൾക്ക് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണ പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ ശുക്രൻ, കർമ്മസ്ഥാനത്ത് വ്യാഴം, ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായി ബുധൻ, കളത്രസ്ഥാനത്ത് രവി, ശനി, കുജൻ എന്നിവർ സഞ്ചരിക്കുന്ന സമയമാണ്. ജീവിത പങ്കാളികൾക്ക് രോഗദുരിതങ്ങൾക്ക് സാധ്യത. ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാനിടയുണ്ട്. ആഡംബര വസ്തുക്കളിൽ താൽപ്പര്യം വർദ്ധിക്കും. ദ്രവ്യനഷ്ടത്തിനും കർമ്മവൈകല്യത്തിനും സാധ്യത കാണുന്നു. ശത്രുക്കളുമായി രമ്യതയിലെത്തും. നയനരോഗങ്ങൾക്ക് സാധ്യത. വസ്ത്രലാഭം, ഭയം, ദുഃഖം, അപമാനം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ശാരീരിക അധ്വാനം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക.
അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ശുക്രൻ, ഭാഗ്യസ്ഥാനത്ത് വ്യാഴം, പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി ബുധൻ, ശത്രുസ്ഥാനത്ത് രവിയും ശനിയും കുജനും എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. ആരോഗ്യം മെച്ചപ്പെടും, ആഗ്രഹ സാഫല്യം ഉണ്ടാകും, ശയനസുഖം, മാനക്ഷയം, വസ്ത്രലാഭം, ഭയം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ശത്രുക്കളുമായി രമ്യതയിലെത്തും, സ്വർണ്ണലാഭം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. വിവേകശൂന്യമായ പെരുമാറ്റങ്ങൾ ഒഴിവാക്കുക, ഭാഗ്യവർദ്ധനവും ധനലാഭവും ഉണ്ടാകും. ജീവിത പങ്കാളി മുഖേന ദുഃഖത്തിന് സാധ്യത, ശത്രുനാശവും കാര്യവിജയവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ഗണപതി പ്രീതി, ശ്രീകൃഷ്ണ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശുക്രൻ, അഷ്ടമത്തിൽ വ്യാഴം, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി ബുധൻ, പുത്രസ്ഥാനത്ത് കുജനും രവിയും ശനിയും എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. മനോനിയന്ത്രണം ശീലിക്കുക, മനസുഖം കുറയും, രോഗാരിഷ്ടതകളും ഒറ്റപ്പെടലും ഉണ്ടാകും. ധനനഷ്ടവും യാത്രാക്ലേശവും പ്രതീക്ഷിക്കാം. ബന്ധുസമാഗമം ഉണ്ടാകും. ഉചിതമല്ലാത്ത ചിന്തകളും കലഹപ്രവണതയും ഉടലെടുക്കും. അമിതമായ ചെലവ്, വസ്ത്രലാഭം, ഭാഗ്യസിദ്ധി, കർമ്മതടസ്സം എന്നിവ ഉണ്ടാകാം. മാനസിക സംഘർഷം വർദ്ധിക്കാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ഗണപതി പ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശുക്രൻ, കളത്രസ്ഥാനത്ത് വ്യാഴം, സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി ബുധൻ, സുഖസ്ഥാനത്ത് കുജനും രവിയും ശനിയും എന്നിങ്ങനെ സഞ്ചരിക്കുന്ന സമയമാണ്. സ്ത്രീ പുരുഷ സുഖാനുഭവങ്ങൾ നഷ്ടപ്പെടാനിടയുണ്ട്. ശയനസുഖം, മാനക്ഷയം, ബന്ധുസമാഗമം, കാര്യതടസ്സം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. സ്ഥാനഭ്രംശത്തിനും ദുർജന സംസർഗത്തിനും സാധ്യത കാണുന്നു. ശത്രുഭയം, ബന്ധുക്കളുമായി കലഹം എന്നിവ ഉണ്ടാകാം. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി യാത്ര പോകാനിടയുണ്ട്. സന്താന ഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. മനോദുഃഖവും സുഖാനുഭവഹാനിയും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തതായി മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശുക്രനും, ശത്രുസ്ഥാനത്ത് വ്യാഴവും, ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ ബുധനും, സഹോദരസ്ഥാനത്ത് കുജനും രവിയും ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനപ്രാപ്തിയും സഹോദര ഗുണവും ഉണ്ടാകും. വാഹന ശയനസുഖം പ്രതീക്ഷിക്കാം. അനുഭവ ഗുണം കുറയും. ധനസമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. ശത്രുനാശവും വസ്ത്രാഭരണ ലാഭവും പ്രതീക്ഷിക്കാം. തൊഴിൽ പുരോഗതി, ബന്ധുസമാഗമം, അമിതമായ ചെലവ്, മൃഷ്ടാന്ന ലാഭം എന്നിവ ഉണ്ടാകാം. അലങ്കാര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ദേവി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശുക്രനും, പുത്രസ്ഥാനത്ത് വ്യാഴവും, ജന്മത്തിലും ധനസ്ഥാനത്തുമായി ബുധനും, ധനസ്ഥാനത്ത് കുജനും രവിയും ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനസുഖം കുറയും. ധനസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട്. രോഗവർദ്ധനവ്, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, അമിതമായ ചെലവ് എന്നിവ ഉണ്ടാകും. ഭാഗ്യദോഷവും തസ്കരഭയവും പ്രതീക്ഷിക്കാം. അടുത്ത ബന്ധുക്കളുമായി കലഹം ഉണ്ടാകാനിടയുണ്ട്. സന്താന ഗുണവും മംഗല്യയോഗവും ഉണ്ടാകാം. ഐശ്വര്യവും ആജ്ഞാശക്തിയും വർദ്ധിക്കും. നയനരോഗവും വിദ്യാതടസ്സവും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണ പ്രീതി, ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശുക്രനും, സുഖസ്ഥാനത്ത് വ്യാഴവും, വ്യയസ്ഥാനത്തും ജന്മത്തിലുമായ ബുധനും, ജന്മത്തിൽ കുജനും രവിയും ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനാരോഗ്യവും ധനനാശവും ഉണ്ടാകും. ഭൗതിക സുഖഭോഗങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. നാൽക്കാലികളിൽ നിന്ന് ആപത്ത് ഉണ്ടാകാനിടയുണ്ട്. ശത്രുഭയവും പാപപ്രവൃത്തികളിൽ താല്പര്യവും ഉണ്ടാകും. സ്വജനവിരഹവും കാര്യതടസ്സവും ഉണ്ടാകും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അനാരോഗ്യം, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം എന്നിവ ഉണ്ടായേക്കാം. കോപോർത്തനവും സഞ്ചാരക്ലേശവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക.